ഗൈസ് കുഞ്ഞിലെ നമ്മൾ കുറേ പേര് കളിച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ എന്ത് കളി? ഈർക്കിലുമ്പിൽ കളി. ഇന്ന് അവിടെ എന്താ ഈ കളിക്ക് പേര് പറയാന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിന് ഒരു പേരുണ്ട്, അതെനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ നമ്മൾ എന്താ നമ്മൾ ഇത് കളിച്ചിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു അദ്ദുട്ടന് ഇന്ന് അത് പറഞ്ഞു കൊടുക്കാം. കേട്ടോ, അവരൊക്കെ കാണിച്ചു കൊടുക്കട്ടെ. ഇന്ന് കളിച്ച് കാണിച്ചു കൊടുക്കാം. ഈ ഈർക്കിലൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് അതിൻ്റെ ബാക്കിൽ ഒരു ഈർക്കിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ഇടണം. കൈ എടുക്കുക, ഇങ്ങനെ ഇടണം. എന്നിട്ട് ഇത് ഒരെണ്ണം പുറത്തുനിന്ന് കിട്ടിയാൽ നമ്മൾ ബാക്കിയുള്ള ഈർക്കിലോളം ഇങ്ങനെ അനങ്ങാണ്ട് തട്ടി ഇങ്ങനെ എടുക്കണം. ഈ കളി നിങ്ങൾ കളിച്ചിട്ടുണ്ടോ? ഞാനിപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ അദ്ദുട്ടനെ അതൊന്ന് പറഞ്ഞു കൊടുക്കായിരുന്നു. ലതു, ഇഷ്ടമായോ കളി? എനിക്ക് ഒരെണ്ണം കിട്ടി. അനങ്ങി ഔട്ടാണ് കേട്ടോ. ഇത് അനങ്ങാതെ ഇങ്ങനെ എടുക്കണം. അത് അദ്ദുൻ്റെ, അതെൻ്റെയാണ് കേട്ടോ. ഇവിടെ വെച്ചോ. അയ്യേ, അനങ്ങി ഔട്ടായി. അനങ്ങാൻ പാടില്ല. ഔട്ടായി. വെറുതെ അങ്ങനെ ഏതെങ്കിലും എടുത്ത് അതാ ഇങ്ങനെയൊന്നല്ല കേട്ടോ കളി. ഔട്ടായി. ഇതൊക്കെ എന്റെയാ. പൊക്കോ. അത് നീ ഔട്ടായിട്ടോ. ഞാനാണ് ഫസ്റ്റ്. ഇതെൻ്റെ ഇതൊക്കെ ഞാൻ കളിച്ചിട്ടുണ്ടാക്കിയതാണ്. ഇതെൻ്റെ ഇതെല്ലാം എൻ്റെ. ഞാൻ ജയിച്ചു. പണങ്ങി പോയി ഗൈസ്. കളി തോറ്റിട്ട് പിണങ്ങിപ്പോയിരിക്കുകയാണ് അദ്ദുട്ടൻ. അത് വാ, പുതിയ കളി കളിക്കാൻ വാ. കളി തോറ്റു. അതിൻ്റെ പിണങ്ങിപ്പോയ ഒരാളെ കാണണം നിങ്ങൾക്ക്. കണ്ടോളൂ, അതാ ഒളിച്ചിരുന്ന് നോക്കണു ഇവിടെ എന്തൊക്കെയാ നടക്കണമെന്നുണ്ടോ. വാ, പുതിയ കളി കളിക്കാൻ വാ. പുതിയ കളി കളിക്കാം. കളിയാകുമ്പോൾ തോക്കും ജയിക്കും, പക്ഷെ നമ്മൾ വീണ്ടും കളിക്കണം. അങ്ങനെയാണ് കേട്ടോ. പിന്നെ കളിയാകുമ്പോൾ ചിലപ്പോൾ അത് തോക്കും, ചിലപ്പോൾ അമ്മ തോക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ പിണങ്ങി പോകാൻ പാടും. വീണ്ടും കളിക്കണം. ഇനി പിണങ്ങി പോവോ? പോവില്ലേ? ഉറക്കെ പറയേ. ഒരു ബുക്ക് എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ്. ഹലോ ഗൈസ്, അപ്പോൾ അദ്ദുട്ട ഇന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരും. എന്താണ് അദ്ദു ഇതൊക്കെയാണ്? ഫയർഫോഴ്സ് അല്ല, ഇത് ഫയർ എക്സ്റ്റിങ്വിഷർ ആണ്. ഇനി വേറെ ഒരെണ്ണം ഉണ്ടല്ലോ. ഇതാണ് ഫസ്റ്റ് എയ്ഡിന്റെ അല്ലേ? ഇത് ആരാധന കാർഡൊക്കെ കൊണ്ടുവന്ന്? അച്ഛനെ കൊണ്ടുവന്ന്. ഇന്ന് അദ്ദുക്കിന് ക്ലാസ് ഇല്ല ഗൈസ്, അതുകൊണ്ട് അദ്ദു വീട്ടിലിരുന്ന് കളിക്കുകയാണ് അല്ലേ? തൃശ്ശൂർ ജില്ലക്ക് ഇത്തവണത്തെ ട്രോഫി കിട്ടിയത് കൊണ്ട് അല്ലേ? തൃശ്ശൂർ ജില്ലക്ക് ഇത്തവണത്തെ ട്രോഫി കിട്ടിയത് കൊണ്ട് അദ്ദുക്കിന് അവധി. എല്ലാ സ്കൂളുകൾക്കും അവധി. ഇന്ന് എല്ലാവരും വീട്ടിലിരുന്ന് എൻജോയ് ചെയ്യുന്ന ദിവസം. ഗൈസ്, അദ്ദുട്ട എൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ മുറ്റടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദുട്ട എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, അമ്മ എങ്ങനെയാണ് ഈ മുറ്റടിക്കുന്ന ചൂലുമ്മൽ ഇങ്ങനെ ഈ ഈർക്കിൽ എങ്ങനെ എവിടെ നിന്ന് കിട്ടിയ അമ്മയ്ക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് ചോദിച്ചു. അപ്പം തന്നെ ഞാൻ അവന് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് മോനെ ചൂലുണ്ടാക്കണം പറഞ്ഞു കൊടുത്തു. ഓലയിൽ നിന്ന് നമ്മളിങ്ങനെ ഓലയൊക്കെ കളഞ്ഞ് ഈർക്കിൽ വൃത്തിയാക്കിയിട്ട് എടുക്കും അല്ലേ? അങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കണേ? അത് ഓല, അതിൽ ഈർക്കിലില്ല. അങ്ങനെ ഓരോ ഓലയിന്ന് ഇങ്ങനെ ഈർക്കിൽ എടുത്തെടുത്ത് ഇത്ര ഇങ്ങനെ ഓരോ ഈർക്കിലായിട്ട് എടുത്തെടുത്താണ് നമ്മൾ എന്തുണ്ടാക്കുക. അപ്പൊ ഈർക്കില് മാത്രമായിട്ട് വരും. ഈർക്കില് മാത്രമായിട്ട് ഫുള്ളായാൽ നമ്മളില്ലേ. അവൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ ഈർക്കല് ഉണ്ടാക്കുക, ഇങ്ങനെ ഈർക്കൽ എവിടെ നിന്ന് അമ്മയ്ക്ക് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പം അവനത് മനസ്സിലായി. പുതിയൊരോല എടുക്കുക. പുതിയൊരോല എനിക്ക് കിട്ടിയ പുതിയൊരോല. പഴയ ഓല കഴിഞ്ഞു. ഇനി പുതിയ ഓല അല്ലെങ്കിൽ മണ്ണ് ചെറുതായിട്ടൊന്ന് തുടയ്ക്കാം. കൈയിട്ട് തുടയ്ക്കണ്ട. അത് ഈർക്കി ഇത് വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാൽ നോക്കോളും.
അവനെ കൊണ്ട് പറ്റണമെന്നില്ല കേട്ടോ. അവൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ആക്കി നോക്കുകയാണ്. ഞാൻ രണ്ടെണ്ണ കാണിച്ചു കൊടുത്തു. അപ്പം അതിന് ശേഷം അവൻ ഇങ്ങനെ കീറി നോക്കുകയാണ് കേട്ടോ. ആ അധികം അടിപൊളിയായിട്ട് കീറിയില്ലോ. 2 പീസായിട്ട്. പണ്ടൊക്കെ ആയിരുന്നു നമ്മളെ വീട്ടിലിങ്ങനെ ഓല ഇങ്ങനെ ചീന്തി ഈർക്കലുണ്ടാക്കി. ഇപ്പം ഒക്കെ മേടിക്കല്ലേ. ഇപ്പം ഓലയൊന്നും അധികം കിട്ടാനില്ലല്ലോ. ഇപ്പം നമ്മളെ മേടിക്കല്ലേ. 50 രൂപയോ എങ്ങാണ്ടാണ് തോന്നണം ഒരു ചൂലിന്. ഭയങ്കര പൈസ ഇപ്പം ചൂലിന് അല്ലേ? ആണോ? കത്തി പൊട്ടി ഗൈസ്. ശുഭം. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.